Hi all. Today we'll discuss a problem from stock and debtor system. നമുക്ക് ക്വസ്റ്റിലേക്ക് പോകാം. Brothers Agencies Kalur has a branch at Kottayam which transfers goods at cost plus 20% on cost. From the following particulars, prepare necessary accounts under stock and debtor system. Stock at branch at the beginning 30,000, debtors at the branch at the beginning 12,000, goods into branch during the year 3,15,000, returns by branch to head office 15,000, cash sales 1,20,000, total sales 2,37,000, received from debtors 88,000, discount and allowances to debtors 2,000, returns to branch for expenses 20,000, and stock at branch at closing date 96,000, expenses outstanding on the closing date 2,000. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ആ പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഓരോ ഐറ്റവും എവിടെയോട്ടൊക്കെയാണ് ഇത് മാപ്പ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ തരാം. നമ്മൾ ഈ സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റത്തിന്റെ അക്കൗണ്ട് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം ഈ ഒരു സിസ്റ്റത്തിന്റെ ഒരു മെയിൻ പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കമ്പനികൾക്ക് ഒരുപാട് ബ്രാഞ്ചുകളുള്ള കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്റ്റോക്കിന്റെ മുകളിലുള്ള കൺട്രോൾ കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റത്തിലേക്ക് പോയേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഹെഡ് ഓഫീസ് ഗുഡ്സ് അയച്ചു കൊടുക്കുന്നത് ഇൻവോയ്സ് പ്രൈസിലായിരിക്കും. അപ്പോഴാണ് ഈ പറയുന്ന സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റത്തിന് ഇത്രയും യൂട്ടിലിറ്റി വരുന്നത്. നമ്മുടെ ഡെറ്റർ സിസ്റ്റത്തിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സിംഗിൾ ഒരു ബ്രാഞ്ച് അക്കൗണ്ട് മാത്രം നമ്മൾ വരച്ചാൽ നമുക്ക് ആ ബ്രാഞ്ചിന്റെ പ്രോഫിറ്റബിലിറ്റി അറിയാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ബ്രാഞ്ച് അക്കൗണ്ട് വരച്ചാൽ നമുക്ക് കിട്ടുന്ന അതേ പ്രോഫിറ്റ് പൊസിഷൻ ആയിരിക്കണം ഇവിടെ ബ്രാഞ്ചിന്റെ പി ആൻഡ് എൽ അക്കൗണ്ടിൽ കൂടെ നമുക്ക് കിട്ടേണ്ടത്. പക്ഷെ കൂടുതൽ കൺട്രോൾ കിട്ടാനും കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തത വരാൻ വേണ്ടിയാണ് സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റത്തെ കുറിച്ച് ഹെഡ് ഓഫീസ് ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു യൂഷ്വൽ ബ്രാഞ്ച് അക്കൗണ്ടിനെ ഡിവൈഡ് ചെയ്ത് കുറെ അക്കൗണ്ടുകളിലേക്ക് പോകുന്നു. നമുക്കിവിടെ മെയിൻ ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട കുറച്ച് അക്കൗണ്ട്സ് ഉണ്ട്. ഒന്ന് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ആണ്, പിന്നൊന്ന് ബ്രാഞ്ച് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ആണ്. അത് ഈ സ്റ്റോക്കിലുള്ള ലോഡർ പ്രൈസ് മുഴുവൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, വലിയ യൂട്ടിലിറ്റി ഇല്ല. ദെൻ ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഉണ്ടാവും, ഗുഡ്സ് ഇൻ ടു ബ്രാഞ്ച് അക്കൗണ്ട് ഉണ്ടാവും, ബാങ്ക് അക്കൗണ്ടും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്താൽ മതി. ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട് ഉണ്ടാവും, അതുപോലെ തന്നെ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാവും. ഫിക്സ്ഡ് അസറ്റിന്റെ അക്കൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിക്സ്ഡ് അസറ്റിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. പെറ്റി ക്യാഷിന്റെ അക്കൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ പെറ്റി ക്യാഷിന്റെ അക്കൗണ്ട് വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അത് വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എടുക്കുമ്പോൾ തന്നെ അത് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിനെ റിഫ്ലക്ട് ചെയ്തിരിക്കും ഇൻവോയ്സ് പ്രൈസിൽ. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിന്റെ ഡെബിറ്റിലാണ് വരുന്നത്. കാര്യം സ്റ്റോക്കിന്റെ പൊസിഷൻ കൂടണമെങ്കിൽ നമ്മൾ സ്റ്റോക്കിനെ ഡെബിറ്റ് ചെയ്യണം. അതിന്റെ ലോഡഡ് പ്രൈസ് അപ്പം തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബ്രാഞ്ച് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ആ എമൗണ്ട് ഡെബിറ്റ് ചെയ്ത് കാണിച്ചേക്കുക. ഇനി ഓപ്പണിംഗ് ഡെറ്റേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ബ്രാഞ്ച് ഡെറ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഡെബിറ്റ് ചെയ്ത് കാണിച്ചേക്കുക. ദെൻ ഗുഡ്സ് ഇൻ ടു ബ്രാഞ്ച് ഡ്യൂറിംഗ് ദി ഇയർ, സ്റ്റോക്കിന്റെ പൊസിഷൻ ബ്രാഞ്ചിൽ കൂടുകയാണ്, അപ്പോൾ നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് കാണിച്ചേക്കുക ടു ഗുഡ്സ് ഇൻ ടു ബ്രാഞ്ചിനും, ഗുഡ്സ് ഇൻ ടു ബ്രാഞ്ചിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റും കാണിച്ചേക്കുക. റിട്ടേൺസ് ബൈ ബ്രാഞ്ച് നമുക്കിവിടെ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്രാഞ്ചിന്റെ സ്റ്റോക്കിന്റെ പൊസിഷൻ കുറയുകയാണ്. സോ ബ്രാഞ്ച് സ്റ്റോക്കിനെ ക്രെഡിറ്റ് ചെയ്യുക, ഗുഡ്സ് ഇൻ ടു ബ്രാഞ്ച് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. ഇനി ഇതിന്റെ ലോഡഡ് പ്രൈസ് ഉണ്ടാവും. ഈ ലോഡഡ് പ്രൈസ് നമ്മൾ നെറ്റ് വാല്യൂ കൺസിഡർ ചെയ്തിട്ട് അതിന്റെ ലോഡഡ് പ്രൈസ് ബ്രാഞ്ച് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം ഗുഡ്സ് ഇൻ ടു ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. നിങ്ങൾ വളരെ സ്ട്രാറ്റജിക്കലി ഒന്ന് ചിന്തിക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജേണൽ എൻട്രി എഴുതി പോകാവുന്നതുമാണ്. ഇനി ക്യാഷ് സെയിൽസ് വന്നു കഴിഞ്ഞാൽ സ്റ്റോക്കിന്റെ പൊസിഷൻ കുറയുകയാണ്. ബ്രാഞ്ച് സ്റ്റോക്കിനെ ക്രെഡിറ്റ് ചെയ്യുന്നു, ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു.
ടോട്ടൽ സെയിൽസ് നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കാനായിട്ടുണ്ട്. ടോട്ടൽ സെയിൽസിൽ നിന്ന് ക്യാഷ് സെയിൽസ് കുറയ്ക്കുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് കിട്ടും. അങ്ങനെ വരുമ്പോഴത്തേക്കും ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് കുറയുകയും ഡെറ്റേഴ്സ് അക്കൗണ്ടിന്റെ പൊസിഷൻ കൂടുകയും ചെയ്യുന്നു. സോ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അവിടെ ക്രെഡിറ്റ്, ദെൻ ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. റെസിപ്റ്റ് ഫ്രം ഡെറ്റേഴ്സ്, ഇത് ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ മാത്രം റിഫ്ലക്ട് ചെയ്താൽ മതി. ഡെറ്റേഴ്സ് അക്കൗണ്ടിന്റെ ബാലൻസ് കുറയുകയാണ്. സോ ക്രെഡിറ്റ് ചെയ്യുക, ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. ഡിസ്കൗണ്ട് ആൻഡ് അലൗവൻസ് ടു ഡെറ്റേഴ്സ്, ഇത് ശരിക്കും പറഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതൊരു നഷ്ടമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നഷ്ടങ്ങളെയും ചെലവുകളെയും എല്ലാം ബ്രാഞ്ച് എക്സ്പെൻസസ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി കൊണ്ടുവന്നു. ബ്രാഞ്ച് എക്സ്പെൻസസിനെ ഡെബിറ്റ് ചെയ്യുകയും ബ്രാഞ്ച് ഡെറ്റേഴ്സിൽ നിന്നാണ് അത് കുറയുന്നത്. കാരണം ഡെറ്റേഴ്സ് മുഖേന ഉണ്ടായ ഒരു നഷ്ടമായതുകൊണ്ട് തന്നെ ബ്രാഞ്ച് ഡെറ്റേഴ്സിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുക. റിട്ടേൺസ് ബൈ ഡെറ്റേഴ്സ്, ഇവിടെ നിങ്ങൾ ഓർത്തോണം, നമ്മുടെ ബ്രാഞ്ചിന്റെ സ്റ്റോക്കിന്റെ പൊസിഷൻ കൂടുന്നുണ്ട്. അപ്പോൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യുക. ബ്രാഞ്ച് ഡെറ്റേഴ്സിന്റെ പൊസിഷൻ കുറയുകയാണ്, ക്രെഡിറ്റ് ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ഈ ഒരു കേസിന് ലോഡഡ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇൻവോയ്സ് പ്രൈസിലാണ് നമ്മൾ വിറ്റിരിക്കുന്നത്. ആ പ്രൈസിൽ തിരിച്ചു വന്നിരിക്കുന്നു. നമ്മൾ വിറ്റ് പോയിട്ടില്ലെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ലോഡഡ് പ്രൈസിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്, സ്റ്റോക്ക് റിസർവ് എമൗണ്ടിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്കത് ആവശ്യമില്ല. ദെൻ റെമിറ്റൻസ് ടു ബ്രാഞ്ച് ഫോർ എക്സ്പെൻസസ്, ബ്രാഞ്ച് എക്സ്പെൻസസ് ഉണ്ട്, അതിന്റെ പേയ്മെന്റ് നടത്തുന്നു, ക്യാഷും വരുന്നു. ദെൻ സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് അറ്റ് ദ ക്ലോസിംഗ് ഡേറ്റ്, ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ ഇൻവോയ്സ് പ്രൈസിൽ നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ഓർക്കുക, റിസർവ് എമൗണ്ട് ഉണ്ട്. ബ്രാഞ്ച് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ സ്റ്റോക്ക് റിസർവ് എമൗണ്ട് കണ്ടുപിടിച്ചിട്ട് ഡെബിറ്റ് ചെയ്യുക. സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ അത് ക്രെഡിറ്റിൽ കാണിച്ചേക്കുക. എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ ക്ലോസിംഗ് ഡേറ്റ്, ക്ലോസിംഗ് ലൈബിലിറ്റി ആണ്. ബ്രാഞ്ച് എക്സ്പെൻസസ് ആയിട്ട് നമ്മൾ കാണിക്കുകയും ചെയ്യണം. നമ്മുടെ ലൈബിലിറ്റി ആയിട്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കാണിക്കണം. ഇവിടെ നമുക്ക് ബാലൻസ് ഷീറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ബ്രാഞ്ച് എക്സ്പെൻസസിനെ ഡെബിറ്റ് ചെയ്ത് കാണിച്ചേക്കുക. അപ്പൊ ഇത് ഇത്രയും കാര്യങ്ങൾ മാത്രം നമുക്ക് ഒന്ന് ഓടിച്ചൊന്ന് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് കൃത്യമായിട്ടും അടുത്ത പ്രൊസീജിയറിലേക്ക് പോവുകയും ചെയ്യേണ്ടതാണ്. നോക്കുക, നമ്മൾ ഏതൊക്കെ അക്കൗണ്ടുകളാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് നോക്കി കഴിഞ്ഞാൽ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഉണ്ട്, ബ്രാഞ്ച് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഉണ്ട്, ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഉണ്ട്, ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട് ഉണ്ട്, ഗുഡ്സ് ഇൻ ടു ബ്രാഞ്ച് അക്കൗണ്ട് ഉണ്ട്, ദെൻ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്. ഇത്രയും അക്കൗണ്ടുകൾ സഫീഷ്യന്റ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മിനിമം ഈ പറയുന്ന അക്കൗണ്ടുകൾ സഫീഷ്യന്റ് ആണ്. ഇനി നമുക്ക് ഓരോ ട്രാൻസാക്ഷൻസ് നമുക്കൊന്ന് നോക്കാം, എങ്ങനെയാണ് ഇതിന്റെ പോസ്റ്റിംഗ് വരുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു നോളജ് ആവശ്യമാണ്. ആദ്യം തന്നെ നമുക്ക് ബ്രാഞ്ച് സ്റ്റോക്ക് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ, 30,000 രൂപയുടെ 30,000 ആണ്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്ക് അക്കൗണ്ട് കൂടുന്ന കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മള് ബാലൻസ് ബ്രോ ഡൗൺ 30,000 ഞാൻ പറഞ്ഞു. അപ്പൊ തന്നെ നമുക്ക് അതിന്റെ സ്റ്റോക്ക് റിസർവ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ വർക്കിംഗ് നോട്ടായിട്ട് 30,000 ഇവിടെ ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് 20% ആണ് കോസ്റ്റിന്റെ കൂടെ ചാർജ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ അസംഷൻ എന്താണ്? ലെറ്റ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു 100%. therefore ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുമ്പോൾ എത്രയാ വരുന്നത്? ഇൻവോയ്സ് പ്രൈസ് പെർസെന്റേജ് എന്ന് പറയുന്നത് 100 പ്ലസ് 20 which is equal to 120. സോറി, 100 പ്ലസ് 25 ആണ് ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത്. ലെറ്റ് മി ചെക്ക് once again. 20% പറഞ്ഞിരിക്കുന്നത്. അപ്പം 100 പ്ലസ് 20. therefore rate on opening stock, rate of loaded price on opening stock is equal to 30,000 into 20 divided by 120. എത്ര വന്നു? 5,000 rupees ആണ് നമുക്ക്
സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് വന്നിട്ട് സ്റ്റോക്ക് റിസർവ് എമൗണ്ട് ആയിട്ട് വന്നിരിക്കുന്നത്. സോ ബ്രാൻഡ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ സ്റ്റോക്ക് റിസർവിനെ ക്രെഡിറ്റ് ചെയ്യുക. എമൗണ്ട് എത്രയാണ്? 5,000. അപ്പൊ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കേസ് നമ്മൾ കഴിഞ്ഞു. സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് അവിടെ നമ്മൾ സൈമൾട്ടേനിയസ് കോസ്റ്റിംഗിന് പോകുന്നില്ല. നൗ സെക്കൻഡ് ട്രാൻസാക്ഷൻ എന്തായിരുന്നു? ഡെറ്റേഴ്സ് അറ്റ് ദ ബ്രാഞ്ച് അറ്റ് ദ ബിഗിനിങ് 12,000. അപ്പൊ നമുക്ക് അവിടെ ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടില് ബാലൻസ് ബ്രോട്ട് ഡൗൺ 12,000. വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ ട്രാൻസാക്ഷൻ ഗുഡ്സ് ഇൻ ടു ബ്രാഞ്ച് ഡ്യൂറിംഗ് ദി ഇയർ 3,15,000. അപ്പൊ അവിടെ നമുക്ക് വരുന്നത് ബ്രാൻഡ് സ്റ്റോക്ക് അക്കൗണ്ടിലാണ് നമ്മൾ ഡെബിറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഗുഡ്സ് ഇൻ ടു ബ്രാഞ്ച് 3,15,000. ഗുഡ്സ് ഇൻ ടു ബ്രാഞ്ച് അക്കൗണ്ടില് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് 3,15,000. ഇനി നമുക്ക് ഇതിന്റെ റിട്ടേൺ കൂടെ നോക്കാം. റിട്ടേൺ വന്നിരിക്കുന്നത് 15,000 ആണ്. അതും കൂടെ നമുക്ക് റെക്കോർഡ് ചെയ്തേക്കാം. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് 15,000. അങ്ങനെയാണ് ഗുഡ്സ് ഇൻ ടു ബ്രാഞ്ച് അക്കൗണ്ടിൽ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് 15,000. ഇനി നമ്മൾ ഇതിന്റെ പറഞ്ഞു ഇതിന്റെ ലോഡർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാണ്. ഗുഡ്സ് ഇൻ ടു ബ്രാഞ്ച് 3,15,000. ഗുഡ്സ് റിട്ടേൺ 15,000. Therefore, net goods into branch is equal to 3 lakh. Therefore, loaded price is equal to 3 lakh into 20 divided by 120, which is equal to 50,000. അപ്പം 50,000 വരുന്ന ലോഡർ പ്രൈസ് കാണിക്കേണ്ട അക്കൗണ്ട് ബ്രാഞ്ച് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് ആണ്. ക്രെഡിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗുഡ്സ് ഇൻ ടു ബ്രാഞ്ച്. അങ്ങനെയാണ് ഗുഡ്സ് ഇൻ ടു ബ്രാഞ്ച് അക്കൗണ്ടില് ബ്രാഞ്ച് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് 50,000. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷനിലേക്ക് പോവാം. ക്യാഷ് സെയിൽസ് സ്റ്റോക്ക് അക്കൗണ്ടിലാണ്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ കുറയണം. സോ ബാങ്ക് അക്കൗണ്ട് എത്രയായിരുന്നു എമൗണ്ട്? 1,20,000. നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട. അടുത്ത ടോട്ടൽ സെയിൽസ് ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കണം. 2,37,000 ആണ് ടോട്ടൽ സെയിൽസ്. ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുമ്പോൾ 2,37,000 മൈനസ് നമുക്ക് നോക്കാം. 2,37,000 minus 1,20,000. So credit sales will be 1,17,000. അപ്പൊ നമുക്കിവിടെ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ കുറയണം. ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്. എത്രയാണ് എമൗണ്ട്? 1,17,000. സോ ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടില് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് 1,17,000. ഇത്രയും ക്ലിയർ ആണല്ലോ. നൗ റെസിപ്റ്റ് ഫ്രം ഡെറ്റേഴ്സ് 88,000 ആണ് വന്നിരിക്കുന്നത്. ഡെറ്റേഴ്സ് അക്കൗണ്ടില് ബാങ്ക് അക്കൗണ്ട് എമൗണ്ട് എത്രയായിരുന്നു? 88,000. അടുത്ത ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നില്ലാത്തതുകൊണ്ട് സൈമൾട്ടേനിയസ് പോസ്റ്റിംഗ് ഇല്ല. ഡിസ്കൗണ്ട് ആൻഡ് അലവൻസ് ടു ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സിന്റെ അക്കൗണ്ടിൽ കുറയണം. ബ്രാഞ്ച് എക്സ്പെൻസസ് ആണ്. എമൗണ്ട് എത്രയായിരുന്നു? 2,000 rupees. അപ്പോൾ ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ടില് ഡെബിറ്റ് വരുന്നത് ബ്രാഞ്ച് ഡെറ്റേഴ്സ്. നിങ്ങൾക്ക് വേണേ ബ്രാക്കറ്റിൽ അതിന്റെ നറേഷൻ കാണിച്ചു പോകാം. 2,000 rupees. അടുത്തത് റിട്ടേൺസ് ബൈ ഡെറ്റേഴ്സ് 6,000 rupees. അപ്പൊ ബ്രാഞ്ച് ഡെറ്റേഴ്സിന്റെ അവിടെ
ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് കാണിക്കണം. ബ്രാഞ്ച് സ്റ്റോക്കിന്റെ അവിടെ ബ്രാഞ്ച് ഡെറ്റേഴ്സ്. കാര്യം അത്രയും സ്റ്റോക്കിന്റെ പൊസിഷൻ തിരിച്ചു വരികയാണ്. ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് amount 6,000. അങ്ങനെയാണെങ്കിൽ ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടില് ക്രെഡിറ്റ് ബ്രാഞ്ച് സ്റ്റോക്ക് 6,000. അടുത്ത ട്രാൻസാക്ഷൻ എന്തായിരുന്നു? സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് അറ്റ് ദി ക്ലോസിംഗ് ഡേറ്റ്. ഓക്കെ, നമുക്ക് 96,000 സ്റ്റോക്ക് അക്കൗണ്ടിൽ, ഞാനിവിടെ 2 സ്പേസ് വിട്ടിട്ടാണ് ഞാൻ എഴുതുന്നത്. ബാലൻസ് അതെന്താന്നുള്ള കാര്യം ഞാനത് ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ പറയാം. 96,000. അങ്ങനെയാണെങ്കിൽ ഇതിൽ എന്തുണ്ടാവും? ലോഡഡ് പ്രൈസ് ഉണ്ടല്ലേ, നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. ലോഡഡ് പ്രൈസ് 96,000ന്റെ ലോഡഡ് പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. 96,000 into 20 divided by 120 which is equal to 16,000. ലോഡഡ് പ്രൈസ് റിഫ്ലക്ട് ചെയ്യേണ്ട അക്കൗണ്ട് ഏതാണ്? ബ്രാഞ്ച് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. സ്റ്റോക്ക് റിസർവ് 16,000. സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, പോസ്റ്റിംഗിലേക്ക് പോകുന്നില്ല. ഇനിയും നമുക്ക് അടുത്തത് എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ്. 2,000 രൂപയുടെ എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. സോ ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ടില് എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ എത്രയായിരുന്നു എമൗണ്ട് പറഞ്ഞിരുന്നേ? 2,000 റുപ്പീസ് ആണ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് പറഞ്ഞിരുന്നത്. ഇതിനിടയ്ക്ക് നമ്മൾ ഒരു ട്രാൻസാക്ഷൻ വിട്ടുപോയിട്ടുണ്ട്. നമ്മുടെ റെമിറ്റൻസ് ടു ബ്രാഞ്ച് ഫോർ എക്സ്പെൻസസ്. റെമിറ്റൻസ് ടു ബ്രാഞ്ച് ഫോർ എക്സ്പെൻസസ് 20,000 നമ്മൾ വിട്ടുപോയായിരുന്നു. അത് നമുക്ക് എക്സ്പെൻസ് അക്കൗണ്ടിലേക്കാണ് കാണിക്കേണ്ടത്. ടു ബാങ്ക് 20,000 ആയിരുന്നു എമൗണ്ട്. അപ്പൊ നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും എൻറ്റർ ചെയ്ത് കഴിഞ്ഞു. എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ എൻറ്റർ ചെയ്തു. ഇത്രയും എൻറ്റർ ചെയ്യാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ജസ്റ്റ് കോമൺ സെൻസ് മാത്രം നമ്മൾ വെക്കുക. സ്റ്റോക്ക് കൂടണമെങ്കിൽ സ്റ്റോക്കിന്റെ കാര്യങ്ങൾ ഡെബിറ്റ് ചെയ്യുക. സ്റ്റോക്ക് കുറയുന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കാര്യത്തിലാണോ കുറഞ്ഞത് ക്രെഡിറ്റ് ചെയ്തേക്കുക. ഡെറ്റേഴ്സ് അക്കൗണ്ട് കൂടണേ ഡെബിറ്റ് ചെയ്യുക, കുറയണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. ഈ 2 അക്കൗണ്ടുകളെ കുറിച്ച് നമുക്ക് ഒരു ബോധ്യം ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ അക്കൗണ്ടിലും ഇതിന്റെ സൈമൾട്ടേനിയസ് ആയിട്ടുള്ള പോസ്റ്റിംഗ് ഒക്കെയാണ് വരുന്നത്. സ്റ്റോക്കിന്റെ ലോഡഡ് പ്രൈസുകൾ, ഡെബിറ്റിൽ വന്ന സ്റ്റോക്കിന്റെ ലോഡഡ് പ്രൈസ് എല്ലാം സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റിലും, സ്റ്റോക്കിന്റെ ക്രെഡിറ്റിൽ വന്നിരിക്കുന്ന ലോഡഡ് പ്രൈസ് എല്ലാം സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റിലുമാണ് ചെയ്യുന്നത്. പിന്നെ ബ്രാഞ്ച് എക്സ്പെൻസസ് എന്ന് പറയും. എക്സ്പെൻസസിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പൊ ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ടിലെ ഡെബിറ്റുകളെ വരത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രൊസീജിയർ എന്താന്നുള്ളതാണ് നോക്കേണ്ടത്. ഇത്രയും എൻട്രി ചെയ്തതിനു ശേഷം നമുക്ക് ആദ്യം പോയി നമ്മുടെ ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. ക്ലോസ് അവർ ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ P&L ഒന്നും നമുക്ക് റിഫ്ലക്ട് ചെയ്യുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെറ്റേഴ്സ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിൽ പ്രയാസമൊന്നുമില്ല. ഡെബിറ്റ് സൈഡ് ആണ് ഇവിടെ കൂടുതൽ. 1,17,000 പ്ലസ് 12,000 ടോട്ടൽ 1,29,000 വന്നു. അത് നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷം നമുക്ക് കിട്ടിയിരിക്കുന്ന ബാലൻസിങ് ഫിഗർ എത്രയാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. 1,29,000 minus 2,000 minus 88,000 minus നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് വന്നിരിക്കുന്നത് 33,000 ആണ്. അപ്പൊ നമ്മളിവിടെ എഴുതും ബാലൻസ് ക്യാരി ഡൗൺ. ഇനി അടുത്തത് എന്താണ് നമ്മുടെ പ്രൊസീജിയർ? ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കുക. അപ്പൊ നമുക്കറിയാം ഇവിടെ നമുക്ക് ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ടിൽ ടോട്ടൽ വന്നിരിക്കുന്നത് 3,15,000 എൻറ്റർ ചെയ്തു, ട്രാൻസ്ഫർ ചെയ്യുന്നു. ബാലൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. എത്രയാ ബാലൻസ് വരുന്നേ? 3,15,000 മൈനസ് 15,000 മൈനസ്
സോ 2,50,000 ആണ് എങ്ങോട്ടാ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് പറഞ്ഞിരിക്കുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക്. സോ ബ്രാഞ്ച് ട്രേഡിംഗ്. അപ്പൊ എൻട്രി എന്തായിരിക്കും? ഗുഡ്സ് ഇൻ ടു ബ്രാഞ്ച് അക്കൗണ്ട് അറ്റ് ടു ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട്. നോക്കൂ, നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് എൻട്രി ചിന്തിക്കുക എന്നുള്ള കാര്യമുള്ളൂ. അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് മനസ്സുകൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്ക് എൻട്രി പറഞ്ഞു പോകാനായിട്ട് പറ്റും. ഇത്രയും അക്കൗണ്ടുകളെ കുറിച്ചും ഇത് പോസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചും നല്ലൊരു നോളജ് ഉണ്ടെങ്കിൽ എൻട്രി എന്ന് പറയുന്നത് വളരെ കംഫർട്ട് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പ്രൊസീജിയർ എന്താണ് പറയുന്നത്? ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് ബ്രാഞ്ച് പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പൊ നമുക്കിവിടെ അറിയാം ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ടോട്ടൽ എത്രയാ? 20,000 പ്ലസ് 2,000 പ്ലസ് 2,000. സോ 29,000 ആണ് വന്നിരിക്കുന്നത്. സോറി, 24,000 ആണ്. 24,000 നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. അതിന്റെ ബാലൻസിങ് എമൗണ്ട് എന്ന് പറയുന്നത് ബ്രാഞ്ച് പി ആൻഡ് എല്ലിലോട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് വേറെ ഒന്നും, നമുക്ക് ബാലൻസ് 0 ആണ് ക്രെഡിറ്റിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പം തന്നെ നമുക്ക് പറയാൻ പറ്റും 24,000. ഹെൻസ് ഇൻ ബ്രാഞ്ച് പി ആൻഡ് എൽ അക്കൗണ്ട് ബ്രാഞ്ച് എക്സ്പെൻസസ്. അപ്പൊ എൻട്രി എന്താണ്? ബ്രാഞ്ച് പി ആൻഡ് എൽ അക്കൗണ്ട് അറ്റ് ടു ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട്. വാട്ട് ഈസ് എമൗണ്ട്? 24,000. ഇനി നമുക്ക് എന്താണ് ക്ലോസ് ചെയ്യേണ്ടത്? നമുക്കിനി ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്തേക്കാം. അവിടെ ഞാൻ പറഞ്ഞു, ഞാൻ രണ്ട് വാല്യൂസ് എഴുതാനുള്ള സ്പേസ് വിട്ടിട്ടാണ്. ഇവിടെ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഡെബിറ്റ് സൈഡിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 30,000 പ്ലസ് 3,15,000 പ്ലസ് 6,000. ടോട്ടൽ വന്നിരിക്കുന്നത് 3,51,000 ആണ്. അപ്പൊ ഈ 3,51,000 നിന്നുകൊണ്ട് നമ്മൾ ഇവിടെ മൈനസ് ചെയ്യാനായിട്ട് പോവാണ്. നമുക്കൊന്ന് നോക്കാം. റഫായിട്ടൊരു ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പോവാണ്. 3,51,000 മൈനസ് 96,000 മൈനസ് 1,17,000 മൈനസ് 1,20,000 മൈനസ് 1,15,000. അപ്പൊ നമുക്ക് 3,000 റുപ്പീസിന്റെ ഷോർട്ടേജ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെയുള്ള ഒരു കേസുകളിൽ ബ്രാഞ്ചിന്റെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒന്നെങ്കിൽ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി, ഷോർട്ടേജ്. ഇപ്പൊ ഈ ബ്രാഞ്ച് സ്റ്റോക്കിന്റെ ഡെബിറ്റ് സൈഡ് കൂടി ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ മിസ്സിംഗ് ഫിഗർ കണ്ടുപിടിക്കുന്നെങ്കിൽ ഷോർട്ടേജ് ആയിരിക്കും. കാര്യം അത്രയും സ്റ്റോക്കിന്റെ പൊസിഷൻ ഇവിടെ വരേണ്ടതായിരുന്നു, ടാലി ആയിട്ടില്ല. റിവേഴ്സ്, ക്രെഡിറ്റ് കൂടിയിട്ട് ഡെബിറ്റിലാണ് ആ മിസ്സിംഗ് കണ്ടുപിടിക്കുന്നതെങ്കിൽ സർപ്ലസ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് 3,000 രൂപയുടെ ഷോർട്ടേജ് ആണ് വന്നിരിക്കുന്നത്. അതിന്റെ കോസ്റ്റ് എലമെന്റും ഉണ്ടാവും, അതിന്റെ ലോഡഡ് പ്രൈസും ഉണ്ടാവും. കോസ്റ്റ് എമൗണ്ട് കണ്ടുപിടിച്ചിട്ട്, അല്ലെങ്കിൽ നമുക്കറിയാം ലോഡഡ് പ്രൈസിന്റെ എല്ലാ കാൽക്കുലേഷനും വരുന്നത് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിലാണ്. അതിൽ സംശയമൊന്നുമില്ലല്ലോ, സംശയം വരേണ്ട കാര്യമില്ല. ബ്രാഞ്ച് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലായിട്ടാണ് നമ്മൾ അത് ചാർജ് ചെയ്യുന്നത്. അങ്ങനെയാണ് കോസ്റ്റ് ചാർജ് ചെയ്യേണ്ട അക്കൗണ്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ അത് നോക്കാം. 3,000 റുപ്പീസിന്റെ അതിന്റെ ലോഡഡ് പ്രൈസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. നമുക്കിവിടെ 3,000 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ 500 ആണ് ലോഡഡ് പ്രൈസ്. അതെങ്ങനെ വന്നിരിക്കുന്നത്? 3,000 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 120 വിച്ച് ഇസ് ഈക്വൽ ടു 500. സോ ലോഡഡ് എമൗണ്ട് ബ്രാഞ്ച് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ പോകണം. ഇപ്പൊ നമ്മളിവിടെ അങ്ങ് കാണിക്കുവാണേ, ബ്രാഞ്ച് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് എത്രയായിരുന്നു? 500. സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെബിറ്റില് ബ്രാഞ്ച് സ്റ്റോക്ക് 500. ഇനി ബാക്കി എങ്ങോട്ടാ മാറ്റേണ്ടത്? പി ആൻഡ് എൽ അക്കൗണ്ട്. ബ്രാഞ്ച് പി ആൻഡ് എൽ അക്കൗണ്ട് എത്രയായിരുന്നു? 3,000 500 പോയി കഴിഞ്ഞാൽ ബാലൻസ് എമൗണ്ട് 2,500 ആണ്. അങ്ങനെയാണെങ്കിൽ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് പോയി പോസ്റ്റ് ചെയ്യണമല്ലോ. എങ്ങനെയായിരുന്നു? ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് 2,500.
ഇത്രയും കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ് വരേണ്ടത്? നൗ യു ജസ്റ്റ് ക്ലോസ് യുവർ ബ്രാഞ്ച് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. നമുക്ക് അടുത്ത ബ്രാഞ്ച് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് പോകാം. ഇവിടെ ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ വരുന്നത്. നിങ്ങൾ ബാലൻസ് ചെയ്യുമ്പോൾ അക്കൗണ്ട് കറക്റ്റ് ആയിട്ട് തന്നെ സ്പേസ് കൊടുക്കാതെ ബാലൻസ് ചെയ്തോണേ. 55,000. എത്രയാണ് വന്നിരിക്കുന്നത്? 38,500. ഇവിടെ നോക്കണം, ബ്രാഞ്ച് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ബ്രാഞ്ച് പി ആൻഡ് എൽ അക്കൗണ്ടിലേക്കാണ് അത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. സോ ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യുന്നത് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ടു ബ്രാഞ്ച് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അങ്ങനെയാണെങ്കിൽ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡില് ബ്രാഞ്ച് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് നമുക്ക് എത്രയാ ബാലൻസ് കിട്ടിയിരുന്നത് മക്കളെ? 38,500 ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബ്രാഞ്ച് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ലാസ്റ്റ് ക്ലോസ് ചെയ്യാന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സോ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ. 38,500 മൈനസ് 38,500 ആണ് ടോട്ടൽ. നമുക്കത് ട്രാൻസ്ഫർ ചെയ്തേക്കാം ഡെബിറ്റ് സൈഡിലേക്ക്. അതിനുശേഷം അതിന്റെ ബാലൻസിങ് ഫിഗർ കണ്ടുപിടിക്കാം. 38,500 മൈനസ് 24,000 മൈനസ് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഫൈനൽ ബാലൻസ് എന്ന് പറയുന്നത് 12,000 ആണ്. നിങ്ങൾ ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മുടെ യൂഷ്വൽ ബ്രാഞ്ച് അക്കൗണ്ട് വരച്ചൊന്ന് ചെയ്യാൻ ശ്രമിക്കണം. ഈ എമൗണ്ട് തന്നെ ആയിരിക്കണം, 12,000 ആയിരിക്കണം അവിടെ നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ടിൽ കൂടി കിട്ടേണ്ട പ്രോഫിറ്റും. അപ്പൊ ട്രൈ ചെയ്യുക. വളരെ ഈസിയാണ്. ഈ പ്രൊസീജിയർ മാത്രമേ ഇതിൻ്റെ അകത്ത് പഠിക്കാനായിട്ടുള്ളൂ. ഈ പ്രൊസീജിയർ അറിയാന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ വളരെ എന്താ പറയുന്ന ഒരു കൃത്യമായിട്ട് തന്നെ സയന്റിഫിക് ആയിട്ട് തന്നെ നമുക്ക് ഇത് ചെയ്ത് അവസാനിപ്പിക്കാവുന്ന ഒരു ഏരിയ ആണ്. ഞാൻ ഒന്നും കൂടെ ആ സ്റ്റെപ്പ് പറഞ്ഞേക്കാം. ആദ്യം നമ്മൾ ചെയ്ത എന്താണ്? തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസിനെ നമ്മൾ കൃത്യമായിട്ടും ഏത് അക്കൗണ്ടുകളിലേക്ക് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ പോകേണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഒന്ന് അതിനെ പോസ്റ്റ് ചെയ്തേക്കുക. ലോഡഡ് പ്രൈസോ സ്റ്റോക്ക് റിസർവോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കേസുകൾ വളരെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിന്റെ ലോഡഡ് പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. പേരിൽ തന്നെയുണ്ട് ബ്രാഞ്ച് സ്റ്റോക്കിന്റെ എന്തോ അഡ്ജസ്റ്റ്മെന്റ്. എന്താ അഡ്ജസ്റ്റ്മെന്റ്? ലോഡഡ് പ്രൈസിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ അത് കൃത്യമായിട്ട് ചിന്തിച്ചേക്കുക. പിന്നെ നമുക്ക് ഡെറ്റേഴ്സ് അക്കൗണ്ടും അതുപോലെ തന്നെ എക്സ്പെൻസ് അക്കൗണ്ടും ഗുഡ്സ് ഇൻ ടു ബ്രാഞ്ച് അക്കൗണ്ടും ബ്രാഞ്ച് പി ആൻഡ് എൽ അക്കൗണ്ടും ഒക്കെ മതിയാകും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ട്രാൻസാക്ഷൻസ് കൃത്യമായിട്ട് അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഗുഡ്സ് ഇൻ ടു ബ്രാഞ്ച് അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. ഇനി അത് തിരിച്ചു ചെയ്താലും കുഴപ്പമില്ല. ആദ്യം ഗുഡ്സ് ഇൻ ടു ബ്രാഞ്ച് അക്കൗണ്ട് ക്ലോസ് ചെയ്യാലും തെറ്റില്ല. രണ്ടാമത് ഡെറ്റേഴ്സ് അക്കൗണ്ട്. മൂന്നാമത് നിങ്ങൾ ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. നാലാമത് നിങ്ങൾ സ്റ്റോക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്തേക്കുക. സ്റ്റോക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്തതിനു ശേഷം ഞാൻ നേരത്തെ പറയാം, ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് അതിന്റെ ബാലൻസ് പി ആൻഡ് എൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഗുഡ്സ് ഇൻ ടു ബ്രാഞ്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബാലൻസ് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. ദെൻ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും സാധാരണഗതിയിൽ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തന്നാൽ പ്രത്യേകിച്ച് ബാലൻസ് ഒന്നും വരേണ്ടതല്ല. പക്ഷേ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ടെങ്കിൽ ബാലൻസ് വരുന്ന രീതിയിലുള്ള പ്രോബ്ലം ആയിരിക്കും. ഒന്നെങ്കിൽ ഷോർട്ടേജ് അല്ലെങ്കിൽ സർപ്ലസ്. എന്ത് തന്നെ വന്നാലും ആ വരുന്ന എമൗണ്ടിന്റെ ലോഡഡ് പ്രൈസ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് മാറ്റിയേക്കുക. കോസ്റ്റ് പ്രൈസ് പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് മാറ്റിയേക്കുക. വളരെ കാര്യമായിട്ട് ചിന്തിച്ചോണം. അത് അവിടെയാണ് നമുക്ക് ഒരു വർക്കിംഗ് നോട്ട് വരാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാൽക്കുലേഷനുള്ള സ്കോപ്പ് പോലും ഉള്ളൂ. നമ്മളുടേതായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മൾ ഓർത്തെടുത്ത് ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു കാര്യം അവിടെയാണ് ശരിക്കും. ദെൻ ബ്രാഞ്ച് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് അതിന്റെ മിച്ചം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്രാഞ്ച് പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് മാറ്റിയേക്കുക. ഫൈനലി ബ്രാഞ്ച് പി ആൻഡ് എൽ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ബാലൻസ് എമൗണ്ട് എത്രയാണോ
അത് ജനറൽ പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് വേണം മാറ്റാൻ. ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.